Hi friends, welcome to EduScore. Kerala State Syllabus 9th classന്റെ Food Through Digestive Tract എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മൗത്തിലൂടെ, then ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ഇങ്ങനെ ഈ പാത്വേയിലൂടെ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്തു. ആ പോർഷനാണ് നമ്മൾ ഡിയോഡിനം എന്ന് വിളിച്ചത്. അങ്ങനെ ഡിയോഡിനത്തിൽ വെച്ച് വേറെ കുറച്ച് ഡൈജസ്റ്റീവ് ജ്യൂസസിന്റെ പ്രസൻസിൽ ഈ പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ബാക്കി ഡൈജഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. ലിവറിലും പാൻക്രിയാസിലും നിന്നും വരുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഒരു കോമൺ ഡക്റ്റിലൂടെ ഡിയോഡിനത്തിലെത്തുന്നു. അങ്ങനെ ഡൈജഷൻ പ്രൊസീഡ് ചെയ്യുന്നു. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ഫിഗർ നോക്കാം. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ലിവറും പാൻക്രിയാസും ഡയഗ്രമാറ്റിക്കലി കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റെഡ് കളറിലുള്ള ഈ ഓർഗനാണ് ഈ ഗ്ലാൻഡ്. ലിവർ ഒരു ഗ്ലാൻഡ് ആണ്. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് ലിവർ. അതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായിട്ട് ലിവർ ഗാൾ ബ്ലാഡർ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ യെല്ലോ കളർ പോർഷൻ കാണിച്ചിട്ടുള്ളത് പാൻക്രിയാസ് ആണ്. ഇതിന്റെ രണ്ടിൽ നിന്നും വരുന്ന ആ ഡക്റ്റ് ഡിയോഡിനത്തിൽ എത്തുന്നു. നമുക്ക് ആദ്യം എന്താ എഴുതിയിട്ടുള്ളതെന്ന് വായിച്ചു നോക്കാം. ലിവർ. Enzymes are absent in the bile secreted by the liver. It helps in digestion by breaking down fat into smaller particles and making the food alkaline. The bile secreted by the liver is stored in the gallbladder. അപ്പോൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ആ ഡൈജസ്റ്റീവ് ജ്യൂസ് അതിനെയാണ് ബൈൽ എന്ന് വിളിക്കുക. എന്താ അതിനെ വിളിക്കുക? ബൈൽ. സോ ഈ ബൈൽ എൻസൈംസ് ഒന്നുമില്ല. അപ്പൊ എന്താണ് ബൈലിന്റെ റോൾ എന്ന് വെച്ചാൽ ഫുഡിലുള്ള ഫാറ്റിന് സ്മോളർ പാർട്ടിക്കിൾസ് ആവും. ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഫാറ്റ് മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. അതേപോലെ തന്നെ ഇപ്പൊ പാർഷ്യൽ ഡൈജസ്റ്റഡ് ആയി നിൽക്കുന്ന ആ ഫുഡിനെ ആൽക്കലൈൻ ആക്കും. അങ്ങനെ ആക്കി കഴിയുമ്പോഴാണ് ഇനിയുള്ള ഡൈജസ്റ്റീവ് എൻസൈംസിനൊക്കെ കൂടുതൽ ഡൈജഷൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫുഡിനെ ആൽക്കലൈൻ ആക്കുക, അതേപോലെ ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക എന്നുള്ള റോളാണ് ബൈലിന് ഉള്ളത്. സോ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബൈല് ടെമ്പററി സ്റ്റോറേജ് നടക്കുക ഗാൾ ബ്ലാഡറിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവിടുന്ന് സിന്തസൈസ് ചെയ്ത് വരുന്ന ആ ബൈല്, ഇവിടുന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ബൈല് ഈ ഡക്റ്റിലൂടെ വന്ന് ടെമ്പററി സ്റ്റോറേജിന് ഗാൾ ബ്ലാഡറിൽ കയറും. അത് കഴിഞ്ഞ് പിന്നെ അത് ഇതിലൂടെ വന്ന് അതേസമയം പാൻക്രിയാറ്റിക് ജ്യൂസ്, അത് നമുക്കിപ്പോൾ പറയാം. പാൻക്രിയാറ്റിക് ജ്യൂസ് പാൻക്രിയാസ് എന്നും വരും. പാൻക്രിയാസ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ്. Bile and the pancreatic juice reach the duodenum through a common duct. അങ്ങനെ ഇവിടുന്ന് വരുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഇവിടുന്ന് വരുന്ന ബൈലും കൂടെ ഒരു കോമൺ ഡക്റ്റിലൂടെ ഡിയോഡിനത്തിലെത്തി. Have you understood the role of bile in the digestion even though enzymes are absent in it? നിങ്ങൾക്ക് മനസ്സിലായില്ല, ബൈലില് എൻസൈംസ് ഒന്നുമില്ല, എന്നാലും ബൈലിന് വലിയൊരു റോൾ ഡൈജഷനിലുണ്ട്. അത് രണ്ടും ഓർക്കുന്നില്ലേ നിങ്ങൾ? ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്നും കൂടെ ഓർത്തോളൂ. ഓർത്തിട്ട് കമന്റ് ബോക്സിൽ ഇടും. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ എൻസൈംസ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് ഹെൽപ്പ് ഇൻ ദ ഡൈജഷൻ ഓഫ് ന്യൂട്രിയൻസ്. താഴെ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് നോക്കിയിട്ട് നിങ്ങളോട് എങ്ങനെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് ഡൈജഷന് സഹായിക്കുന്നതെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള 3 എൻസൈമുകളെ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. പാൻക്രിയാറ്റിക് അമൈലേസ്, ട്രിപ്സിൻ, പാൻക്രിയാറ്റിക് ലിപ്പേസ്. അപ്പോൾ ഓരോന്നും എന്താ ഫങ്ഷൻ ചെയ്യാൻ നോക്കാം. നമ്മളെ ഫുഡിൽ സ്റ്റാർച്ച് ഉണ്ടാവും. ആ സ്റ്റാർച്ചിനെ പാൻക്രിയാറ്റിക് അമൈലേസ് മാൾട്ടോസ് ആക്കി മാറ്റും. അതേപോലെ പ്രോട്ടീൻസിനെ ട്രിപ്സിൻ എന്ന് പറഞ്ഞ എൻസൈം പെപ്റ്റൈഡ് ആക്കി മാറ്റും. ഫാറ്റിനെ പാൻക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. സോ ഇവിടെ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണെങ്കിൽ ഈ എൻസൈമിന്റെ പ്രസൻസിൽ അവർ ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട് സിംപ്ലർ മോളിക്യൂൾസ് ആക്കി മാറുന്നു.
When food moves forward from duodenum, it gets mixed with the intestinal juice secreted by the glands in the small intestine. അങ്ങനെ ഡിയോഡിനത്തിലൂടെ ഫുഡ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാണ്. ആ സമയത്ത് ഇൻറ്റസ്റ്റൈനിലെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള ചില ഗ്ലാൻസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞത് ലിവർ സെക്രീറ്റ് ചെയ്യുകയും അതേപോലെ പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ജ്യൂസിനെ പറ്റിയിട്ടായിരുന്നു. ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ തന്നെയുള്ള ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ആണ് ഉള്ളത്. Different enzymes are present in the intestinal juice, some of which convert maltose, lactose, the carbohydrate in milk, and sugar, sucrose, into simpler forms like glucose, fructose, and galactose. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. അവരെന്താ ചെയ്യുക, നേരത്തെ മാൾട്ടോസ് ആക്കി വെച്ചില്ലേ, ആ മാൾട്ടോസ്, അതേപോലെ മിൽക്കിലൊക്കെ കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ്. ഈ ലാക്ടോസിന് അതേപോലെ ഷുഗറിനെയൊക്കെ സിംപ്ലർ മോളിക്യൂളാക്കി മാറ്റും, ഇനി സിംപ്ലർ ആക്കും. അതേതൊക്കെയാണ് ഇനി സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂള്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെയാണ് ഇനി സിംപ്ലർ ആയിട്ടുള്ള മോളിക്യൂൾസ്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള എൻസൈംസ്. Another set of enzymes convert peptides to amino acid. ഇനി ഇതിലുള്ള വേറൊരു സെറ്റ് ഓഫ് എൻസൈംസ് പെപ്റ്റൈഡ്സ്. എന്താ? പ്രോട്ടീനിനെ ട്രിപ്സിൻ കട്ട് ചെയ്ത് പെപ്റ്റൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് അമിനോ ആസിഡുകൾ ചേർന്ന കുഞ്ഞു കുഞ്ഞി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആയിരിക്കും. അതിനെ വീണ്ടും കഷ്ണം മുറിച്ച് ഓരോ അമിനോ ആസിഡാക്കി മാറ്റും. You know that the digestion of fat is almost completed in the duodenum itself. If so, which are the end products formed after digestion? Write in 2.2 table. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫാറ്റ്സിനെ ഡിയോഡിനത്തിൽ വെച്ച് ബൈലിന്റെ സഹായത്തോടെ സിംപ്ലർ മോളിക്യൂൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ടേബിളിൽ എന്താന്ന് വെച്ചാൽ ന്യൂട്രിയൻസ് സബ്ജക്റ്റഡ് ടു ഡൈജഷൻ. ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് ഡൈജഷന് സബ്ജക്ട് ചെയ്യപ്പെടുന്നത്, അതേപോലെ എൻഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് എഴുതി നോക്കാമല്ലോ. കാർബോഹൈഡ്രേറ്റ്സിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഡൈജഷന് ശേഷം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് ഇങ്ങനെയുള്ള സിംപ്ലർ മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അതേപോലെ പ്രോട്ടീൻസ് ആണെങ്കിൽ അവര് ഫസ്റ്റ് പെപ്റ്റൈഡൈറ്റ്സ് കൺവേർട്ട് ചെയ്യപ്പെടും, ദെൻ സിംഗിൾ അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. സോ എൻഡ് പ്രൊഡക്ട്സ് അമിനോ ആസിഡ്സ് ആണ്. ഫാറ്റിന്റെ കേസിലാണെങ്കിൽ അത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആയിട്ടാണ് മാറുക. Now you have understood that digestion is the process of conversion of carbohydrate, protein and fat which have complex structures into easily absorbable simpler forms, which are the nutrients that do not undergo digestion. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, അതേപോലെ ഫാറ്റ്, ഇവരുടെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് ഇവർക്കൊക്കെ ഉള്ളത്. പക്ഷെ ഡൈജഷൻ കഴിയുമ്പോഴത്തേക്ക് ഡൈജഷന്റെ ഡെഫിനിഷൻ തന്നെ അതായിരുന്നു. നമ്മൾ കഴിക്കുന്ന ഫുഡ് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്, അതിനെ സിംപ്ലർ ആക്കി മാറ്റുക, ആ പ്രോസസ് ആയിരുന്നു ഡൈജഷൻ. അങ്ങനെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ് എന്നത് സിംപ്ലർ അബ്സോർബബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇനി ചില ന്യൂട്രിയൻസിന് ഡൈജഷൻ ആവശ്യമല്ല. അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ വാട്ടർ. പിന്നെ ഏതൊക്കെയാ അങ്ങനെയുള്ള ഡൈജഷന് അണ്ടർഗോ ചെയ്യാത്ത ന്യൂട്രിയൻസ് ഏതൊക്കെയാ? കിട്ടിയോ ഏതൊക്കെയാണെന്ന്? വാട്ടർ, മിനറൽസ് ആൻഡ് വിറ്റമിൻസ്. ഇവരൊന്നും വേറൊരു ഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ആവശ്യമല്ല. കാരണം ഇവര് ഡയറക്ട്ലി അബ്സോർബബിൾ ആണ്. ഇവർക്ക് ഡയറക്ട്ലി ബ്ലഡ് സ്ട്രീമിലേക്ക് കയറാൻ പറ്റും. അപ്പം ബാക്കിയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറുള്ള മോളിക്യൂൾസിനൊന്നും ഡയറക്ട്ലി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കയറാൻ പറ്റില്ലായിരുന്നു, അബ്സോർബ് ചെയ്യപ്പെടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്കൊക്കെ ഡൈജഷൻ ആവശ്യമായിട്ട് വന്നത്. പക്ഷെ വാട്ടർ, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഇത് മൂന്നിനും ഡൈജഷൻ ആവശ്യമല്ല. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദിസ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. എന്തുകൊണ്ടാ വാട്ടർ, മിനറൽ, വൈറ്റമിൻസ് ഇവർക്കൊന്നും പെർട്ടിക്കുലർ ഒരു ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ആവശ്യമില്ല. കാരണം ഇവർ ഡയറക്ട്ലി അബ്സോർബബിൾ ടു ബ്ലഡ് സ്ട്രീം ആണ്.
അപ്പം നമ്മൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയി കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മോളിക്യൂൾസ് ഒക്കെ അല്ലെങ്കിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഇപ്പൊ സിംപ്ലർ അബ്സോർബിൾ യൂണിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത് അതാണ് നെക്സ്റ്റ് പറയുന്നത്. അബ്സോർപ്ഷൻ ബിഗിൻസ്. The absorption of simple nutrients begins in the small intestine. സിമ്പിൾ ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് തന്നെയാണ് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്, അതേപോലെ അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൗ ഫാർ ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്യൂട്ടബിൾ ഫോർ ദിസ്? എത്രമാത്രം അനുയോജ്യമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് 2.6 ഇല്ലസ്ട്രേഷൻ നോക്കാനും അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ നോക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സ്ട്രക്ചർ എന്താണെന്നും ഇവിടെ കൊടുത്ത ഇല്ലസ്ട്രേഷൻ എന്താണെന്നും അതേപോലെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നും ഒന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ നോട്ട് എഴുതില്ലേ? Villi are small finger-like projection seen in the walls of the intestine. These increase the surface area of absorption of nutrients to a great extent within the small intestine. Villi are covered with a single layer of cells. They also contain blood capillaries and lacteals, the lymph capillaries. Water-soluble simple nutrients are absorbed into the blood. You can assume why fatty acids and glycerol are not absorbed into the blood. അപ്പോൾ വില്ലൈ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. സിംഗുലർ ഫോമിന് നമ്മൾ വില്ലസ് എന്നാണ് പറയാം. സോ വില്ലസ് സിംഗുലർ, വിൽ ഐ പ്ലൂറൽ ഫോം. അപ്പോൾ വില്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ വില്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ്റെ വോളിൽ കാണുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. അപ്പം നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണാൻ പറ്റുന്നില്ലേ? ഇപ്പൊ ഇതിങ്ങനെ എന്താണ് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ വോളാണ്, അവിടെ നിന്നൊരു പ്രൊജക്ഷൻ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താ? വില്ലൈനെ കുറിച്ച് നിങ്ങളെ മനസ്സിലേക്ക് ഇമാജിൻ ചെയ്യേണ്ടത് വില്ലൈ അല്ലെങ്കിൽ വില്ലസ് എന്ന് പറയുന്നത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് എന്ന് ഓർമ്മിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ അബ്സോർപ്ഷൻ തുടങ്ങുന്നു നമ്മൾ പറഞ്ഞു. ഈ അബ്സോർപ്റ്റീവ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്, അതിനുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്ഷൻസ് ലൈക്ക് സ്ട്രക്ചർ വെച്ചിട്ടുള്ളത്. വില്ലൈ ആർ കവർഡ്. ഇനി ഈ വില്ലൈ കവർ ചെയ്യപ്പെടുന്നത് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് വെച്ചിട്ടാണ്. നോക്ക്, സിംഗിൾ ലെയർ ഓഫ് സെൽസ്, മൾട്ടിപ്പിൾ ലെയർ ഇല്ല, സിംഗിൾ ലെയർ ഓഫ് സെല്ലാണ് ഈ വില്ലസിന് ചുറ്റുമുള്ളത്. അതേപോലെ ഇവരിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നുണ്ട് എന്നാ പറയുന്നത്? ദേ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്റ്റിയൽ. ലാക്റ്റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഫ് കാപ്പിലറീസ് ആണ്. വാട്ടർ സൊല്യൂബിൾ സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇങ്ങനെ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എങ്ങോട്ട് കയറുന്നു? ബ്ലഡ് കാപ്പിലറിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയുള്ള സ്ട്രക്ചർ ഒന്ന് നന്നായിട്ട് നോക്കാം. അപ്പം ഇങ്ങനെ ഫോൾഡായി കിടക്കുന്ന സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വോള് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്ന നീളത്തിലുള്ളത് നമ്മൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. അതിൻ്റെ വോളിൻ്റെ ഒരു കഷ്ണമാണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത്. അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വോളിൽ ഇതേപോലെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതിന് സിംഗുലർ ഫോമിൽ ഒന്നിനെ നമ്മൾ വില്ലസ് എന്ന് പറയുന്നു, മൾട്ടിപ്പിൾ ആയിട്ട് ഒരുമിച്ച് നമ്മൾ ഇതിനെ വില്ലൈ എന്ന് പറയുന്നു. ഇനി ഇതിനെ ഒന്നുകൂടെ നമ്മൾ നല്ലോണം നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഏറ്റവും പുറത്ത് ഒരു സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിട്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഈ വില്ലസ്. ദേ ഓൾസോ കണ്ടെയ്ൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്റ്റിയൽസ്. അവർക്ക് ബ്ലഡ് കാപ്പിലറീസും ഉണ്ട്. റെഡ് കളറിൽ കാണിച്ചില്ലേ? ഈ റെഡ് കളറിലും ഈ ബ്ലൂ കളറിലും കാണിച്ചിരിക്കുന്നത് ബ്ലഡ് കാപ്പിലറീസ് ആണ്. ഉള്ളിലുള്ള ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് ലാക്റ്റിയൽ ആണ്. ഈ ബ്ലഡ് കാപ്പിലറീസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ ഏത് മോളിക്യൂളിന്റെ സിംപ്ലർ ഫോംസ് ആണ്? ഓർത്തു നോക്കൂ. കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഇനി അമിനോ ആസിഡോ? പ്രോട്ടീൻസിന്റെ കുഞ്ഞു ഫോമാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഇവരൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ ബ്ലഡ് കാപ്പിലറീസിലൂടെ ബ്ലഡിലേക്ക് കടക്കുക ചെയ്യുന്നത്. ലാക്റ്റിയൽ
ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആർ അബ്സോർബ്ഡ് ഇൻ ടു ദ ലിംഫ് ഓഫ് ലാക്ടിയൽ. ഇനി ഫാറ്റി ആസിഡും ഗ്ലിസറോളും എന്തിൻ്റെ കുഞ്ഞു ഫോമായിരുന്നു? ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ഫോമാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങോട്ടാണ് കയറുന്നത്? ലിംഫിലേക്ക്, ഈ ലാക്ടിയലിലേക്കാണ് കയറുന്നത്. നിങ്ങൾക്ക് ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോ? പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും സിംപ്ലർ ന്യൂട്രിയൻ ഫോംസ് ബ്ലഡിലേക്ക് കയറുന്നു ബ്ലഡ് കാപ്പിലറീസ് വഴി. അതേപോലെ ഫാറ്റിൻ്റെ കുഞ്ഞു ഫോമായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ലാക്ടിയലിലേക്ക് കടക്കുന്നു. അപ്പോൾ വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഒക്കെ. അതുകൊണ്ടാണ് അവർ ഡയറക്റ്റ്ലി ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അതേസമയം നമ്മളുടെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നേരെ ബ്ലഡിലേക്കല്ല, അവർ ലിംഫ് വഴിയാണ് കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് 90% ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് ത്രൂ വില്ലേ. ന്യൂട്രിയൻസിന്റെ അബ്സോർപ്ഷനും അതേപോലെ 90% ഓഫ് വെള്ളവും ഒക്കെ ഈ വില്ലയിലൂടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പം നിങ്ങളോട് ഇപ്പം എന്തെങ്കിലും അബ്സോർപ്ഷനെ പറ്റി പറയുക അല്ലെങ്കിൽ വില്ലസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ പറയുക? നിങ്ങൾ ഈ സ്ട്രക്ചർ ഓർക്കണം, പിന്നെ ഈ പറഞ്ഞ പോയിന്റ്സും ഓർക്കണം. ഇതൊക്കെ നിങ്ങളിങ്ങനെ ഇമാജിൻ ചെയ്ത് നിങ്ങളിങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഈ സെൻറ്റൻസ് ഇങ്ങനെ വായിച്ച് എന്തോ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്തതാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആൻസർ എഴുതാൻ പറ്റും. പിന്നെ എപ്പോൾ ആര് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. ഇനി ഇൻഡിക്കേറ്റേഴ്സ്: ലെങ്ത് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് വില്ലസ്, villi and surface area of absorption, absorption of simple nutrients into the blood, absorption of simple nutrients into the lymph. Indicators: length of the small intestine and structure of villus. നമുക്കറിയാം സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 to 7 മീറ്റേഴ്സ് ആണ്. ഇത്രയും ലോങ് ആയിട്ടുള്ള സ്ട്രക്ചർ വളരെ ഫോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി വില്ലസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വില്ലൈ ആൻഡ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. വില്ലയും അതുകൊണ്ട് സർഫസ് അബ്സോർപ്ഷനുള്ള സർഫസ് ഏരിയയ്ക്ക് എന്ത് ഹെൽപ്പാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ ബ്ലഡ്. ഏതൊക്കെ സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? അതേപോലെ നെക്സ്റ്റ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു ദ ലിംഫ്. ഏതൊക്കെ സിമ്പിൾ ന്യൂട്രിയൻസ് ആണ് ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അതിനുശേഷം ഈ ഇൻഡിക്കേറ്റേഴ്സിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നോട്ട് ഉണ്ടാക്കുക. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സിമ്പിൾ ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ബ്ലഡ് ആൻഡ് ലിംഫ് ത്രൂ ദ വാൾസ് ഓഫ് ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ലാക്ടിയൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിങ്ങനെ കഴിക്കുന്ന ഫുഡ് പിന്നെ ഡൈജസ്റ്റ് ചെയ്തുണ്ടായിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് ബ്ലഡിലേക്കും ലിംഫിലേക്കും ഒക്കെ ഈ ബ്ലഡ് കാപ്പിലറീസിൻ്റെയും ലാക്ടിയൽസിൻ്റെയും ഒക്കെ വാളിലൂടെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ദ സെൽസ് ഇൻ ദീസ് വാൾസ് ഓൾസോ പ്ലേ എ റോൾ ഇൻ ദിസ് പ്രോസസ്. ഈ വാൾസിലുള്ള സെൽസിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഈ കാര്യത്തിൽ. കാരണം സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടും പുറത്തു നിന്ന് അകത്തേക്കും ഒക്കെ ഓരോ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യണമെങ്കിൽ അതിന് ഈ സെല്ലിൻ്റെ സ്ട്രക്ചറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.